ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ കുറച്ച് പൂക്കളൊക്കെ കാണിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെ നല്ല അടിപൊളിയായിട്ടുണ്ടായി നിൽക്കുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ ഗാർഡനൊക്കെ നോക്കുന്ന ആൾക്കാർ അടിപൊളിയായിട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് താഴെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈവനിങ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കിച്ചണിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ കബേർഡ്സ് ക്ലീൻ ചെയ്യുന്നതിൻ്റെയും അതിൽ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോസ് ഒന്ന് ഇടാവോ ചേച്ചി എന്ന്. എനിക്കങ്ങനെ ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ ഞാൻ കിച്ചൺ ക്ലീൻ ആക്കി എടുക്കുന്നത്, കുറച്ചായിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ കബേർഡിൻ്റെ പുറം ഭാഗം എല്ലാം ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോം എസെൻഷ്യൽസ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്ന് ഞാൻ മേടിച്ചൊരു മോപ്പാണ്. ഇത് നല്ലതുപോലെ നമ്മുടെ ക്ലോത്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഹോൾഡ് ചെയ്തിങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എനിക്ക് എത്താനായിട്ട് പ്രയാസമുള്ള ഇതുപോലെയുള്ള ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ട് എനിക്ക് യൂസ് ആകുന്നത് പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഒന്നെങ്കിൽ മോനെ വിളിക്കണം, അല്ലെങ്കിൽ ഞാൻ ലാഡർ ഇട്ട് കയറി നിന്ന് ഇവരാരെങ്കിലും പിടിച്ച് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ ഈ നമുക്ക് എത്താത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ കബേർഡ്സൊക്കെ ആഷ് കളർ ആയതുകൊണ്ട് തന്നെ പൊടി വന്നാൽ പെട്ടെന്ന് അറിയും. എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഇപ്പോൾ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലോണം പൊടി കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് നല്ലൊരു സാധനം. നമുക്ക് കൈക്കൊന്നും ഒരുപാട് പെയിനും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ക്ലോത്ത് അതിൽ നിന്ന് ഊരിയെടുക്കാനും എളുപ്പമാണ്. അത് ഊരിയെടുക്കുമ്പം നിങ്ങൾക്ക് തന്നെ കാണാം എന്തോരം പൊടി ഉണ്ടായിരുന്നു എന്ന്. സാധാരണ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ, കിച്ചൻ്റെ വീഡിയോസൊക്കെ കാണുമ്പം എല്ലാവരും പറയാറുണ്ട് നീറ്റ് കിച്ചണാണ്, ക്ലീൻ കിച്ചണാണ് എന്ന്. പക്ഷെ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും ഞാൻ നല്ല എഫേർട്ട് ഇടാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്ലീനാക്കി വെച്ചുകൊണ്ടിരിക്കണം. അതൊരു നല്ല നമുക്കൊരു എനർജി തരുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ ക്ലീൻ കിച്ചണിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് കണ്ടോ എന്തുമാതിരി അഴുക്കുണ്ടെന്ന് കണ്ടോ അതിൽ. നമുക്കിത് നേരിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ലേ. ഇതിൻ്റെ ഈ സൈഡിലുള്ള ആ ബട്ടൺ പിടിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പം ക്ലോത്തിങ് ഊരിപ്പോന്നോളും കേട്ടോ. ഇത്രയും അഴുക്കുണ്ടെന്ന് നമുക്ക് അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തോന്നില്ല. പിന്നെ ഈ മോപ്പ് സൂക്ഷിച്ച് വയ്ക്കാനും എളുപ്പമാണ്. അതിങ്ങനെ 2-3 പാർട്ടാക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും കബേർഡിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും കേട്ടോ. ഹോം എസെൻഷ്യൽസ് എന്നാണ് ഇതെന്നാണ് കേട്ടോ. ഇത് ഇൻസ്റ്റയിലൊരു പേജ് കണ്ടിട്ട് ഞാൻ അതിൽ നിന്ന് മേടിച്ചതാണ്. ഇനി അടുത്ത പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കബേർഡ്സ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഡെയിലി പാത്രങ്ങൾ എടുത്ത്, അതായത് ഇപ്പോൾ എന്താണ് പറയുക, സെർവിങ്ങിന് എടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രങ്ങൾ വെക്കുന്ന ആ ഷെൽഫ് ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സൊക്കെ കൂടുമ്പോൾ നമ്മളൊന്ന് ക്ലീൻ ആക്കി വെക്കണം. കാരണം അതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിലോ, നമ്മൾ തുടച്ചിട്ടാണ് വെക്കുന്നത് അല്ലെങ്കിലും വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കബേർഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. നമ്മളപ്പോൾ അത് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ നമ്മളൊരു 2 വീക്സ് കൂടുമ്പോൾ ക്ലീൻ ആക്കിയാലും ഇതിൻ്റെ അകത്ത് എപ്പോൾ ഞാൻ ക്ലീൻ ചെയ്താലും അഴുക്കുണ്ടാവാറുണ്ട് കേട്ടോ. അത് നമ്മുടെ വീടിൻ്റെ എല്ലാ സ്ഥലവും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു 2 ദിവസം കഴിഞ്ഞ് പിന്നെ ആ സ്ഥലം നോക്കുമ്പം അവിടെ അഴുക്ക് കാണും. ക്ലീനിങ് എന്ന് പറയുന്നത് ഒരുമിച്ച് നമ്മൾ ഒരു ദിവസം കുറേ ചെയ്യാതെ ഒരു ദിവസം കുറച്ച് വെച്ച് ചെയ്യുമ്പം നമുക്കതൊരു ഭയങ്കര എൻജോയ് തരുന്ന ഒരു കാര്യമായിട്ട് വരും കേട്ടോ. സ്റ്റോറേജിൻ്റെ എന്താണ് പറയുക, ബോക്സുകളെല്ലാം ഫ്രിഡ്ജിൻ്റെ അകത്ത് പ്രെപ്പിങ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ആ സമയത്താണ് ഞാൻ കൂടുതലും ആ കബേർഡ്സ് ക്ലീൻ ചെയ്യുക. ആ പ്രെപ്പിങ് കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ കുറച്ച് പാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാറ്റിയിട്ട് വേഗം കബേർഡ് തുടച്ച് വയ്ക്കും. തൊട്ടപ്പുറത്തെ കബേർഡിലാണെങ്കിലും എൻ്റെ കിച്ചൺ ഡോർ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ബൗളുകളും പിന്നെ സെർവ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെയാണുള്ളത്. അപ്പം അതെല്ലാം മാറ്റി ആ ഭാഗവും ക്ലീനാക്കി വെച്ചു കേട്ടോ. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ദുബായിൽ പോയ സമയത്ത് കുറച്ച് പാത്രങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിക്കണം എന്നും പറഞ്ഞ് പല കമൻസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ ദിവസം ഞാനിത് ചെയ്യുമ്പോൾ കുറച്ച് പാത്രങ്ങൾ മാറ്റിയിട്ട് അതിലുള്ള കുറച്ച് പാത്രങ്ങൾ
യൂസ് ചെയ്യാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് ഈ വീഡിയോയിൽ കാണിക്കാം എന്നുള്ളത്. അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുത്തങ്ങ് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതൊന്നും ഓർഡറിലോ കാര്യങ്ങളിലോ ഒന്നും എനിക്ക് അടുക്കി വെക്കാനായിട്ട് ടൈം കിട്ടിയിട്ടില്ല. അപ്പം ഈ ബൗളുകളൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് അവിടെ പോകുന്ന വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഗുറൈർ മോളിൽ പോകുന്ന വീഡിയോയിലാണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഈ ബൗളുകളെല്ലാം ഉള്ള ഒരു ഷോപ്പിൽ പോകുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര റീസണബിൾ റേറ്റിനാണ് എനിക്ക് ഈ ബൗളുകളെല്ലാം കിട്ടിയത്. ഓൾമോസ്റ്റ് 3 or 4 dirhams ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഒരെണ്ണത്തിന്. അത് ഭയങ്കര ഓഫറായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇത് എന്താ പറയുക, ഡിന്നർ സെർവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കറികൾ സെർവ് ചെയ്യാൻ പറ്റുന്ന മാതിരിയുള്ള ചെറിയ ചെറിയ ബൗളുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കൂടി പറ്റുന്നതും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഈസി ആയിട്ട് പറ്റുന്ന ടൈപ്പുമാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചെടുത്തത് ഇത് പൊട്ടാതെ ഇങ്ങോട്ട് എത്തുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നേ. അപ്പോൾ അതിൽ 2 സെറ്റ് ഞാൻ എടുത്ത് വെച്ചു, യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഒരെണ്ണം എടുത്ത് ഞാൻ മാറ്റിയും വെച്ചു. അത് പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് പാത്രങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ എടുക്കാം കേട്ടോ. ഇത് പിന്നെ ഞാൻ അവിടെ നമ്മുടെ ദുബായ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് മേടിച്ചതാണ്. ഈ പാത്രങ്ങളെല്ലാം ഹാൻഡ് പെയിൻറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല റേറ്റും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാർഗെയിൻ സ്കില്ല് ഒട്ടുമില്ല. രമ്യ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചെങ്കിലും സംസാരിച്ച് ഇതൊക്കെ ഒന്ന് കുറച്ച് റേറ്റ് കുറവിനാക്കിയിട്ടാണ് മേടിച്ചത് കേട്ടോ. പക്ഷേ അത് വേർത്തായിരുന്നു, നല്ല ഭംഗി അത് കാണാൻ. നമ്മുടെ ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള പാത്രങ്ങൾ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത്. പിന്നെ കുറച്ച് സെർവിങ് സ്പൂൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു 2 സെർവിങ് ട്രേകളാണ്. ഇത് ഏത് ഷോപ്പിൽ നിന്നാണ് മേടിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞങ്ങൾ ഓൾഡ് ദുബായ് ആ ഭാഗത്തോട്ട് പോയപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ബൗളുകളാണിത്. അതിൻ്റെ 2 എണ്ണം വലുതും 2 എണ്ണം ചെറുതുമാണ് മേടിച്ചത്. ഞാൻ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ എത്തിയപ്പോഴത്തേനും ആ വലിയൊരു ബൗള് പൊട്ടിപ്പോയി കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ കൊണ്ടുവന്ന എല്ലാ പാത്രങ്ങളിലും വെച്ചിട്ട് അത് മാത്രമേ പൊട്ടിയുള്ളേ. ഇത് 2 കുഞ്ഞ് ഡിപ്പിൻ്റെ ബൗളുകളാണ്. പിന്നെ ഞാൻ അവിടെ പോയ ഷോപ്പാണ് ഡേ ടു ഡേയിൽ. എൻ്റെ അടുത്ത് ചില ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഡേ ടു ഡേയിൽ പോകണം എന്നുള്ളത്. എനിക്ക് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ലാസ്റ്റത്തെ 2 ദിവസം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ആ 2 ദിവസങ്ങളിൽ ഞാൻ ഡേ ടു ഡേയിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഈ സ്പൂൺ സെറ്റുകളെല്ലാം ഞാൻ ഡേ ടു ഡേയിൽ നിന്ന് എടുത്തതാണ്. എനിക്ക് അത്യാവശ്യം കുറച്ച് ബേക്കിങ്ങിൻ്റെ പാത്രങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പൂൺസും നൈഫും ഒക്കെ എനിക്ക് മേടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതിങ്ങനെ മാറി മാറി യൂസ് ചെയ്യുന്നതും എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ സെറ്റിൻ്റെ കൂടെ ഒന്നും എനിക്ക് നൈഫ് കിട്ടിയില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ സ്പൂൺ കണ്ടോ, ഒരു ഗോൾഡിൻ്റെ ഒരു വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു സ്പൂണാണ്. നമ്മുടെ ഇവിടെ സൈറ്റിൽ ഓൺലൈനിലൊക്കെ ഞാൻ നോക്കുമ്പം കുറച്ച് നല്ല റേറ്റ്, അത്യാവശ്യം നല്ല റേറ്റ് കാണാറുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സ്പൂൺസിനൊക്കെ. നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ മാത്രം സെർവ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും റേറ്റ് കൊടുത്തിട്ടൊന്നും എനിക്ക് തോന്നണില്ല മേടിക്കണം എന്ന്. ഇതുപോലെയുള്ള സ്ഥലം നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മളത് മേടിച്ച് കീപ്പ് ചെയ്യുന്ന കേട്ടോ നല്ലത്. ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഐക്യയിൽ നിന്ന് മേടിച്ചതാണ്. അത് ഞാൻ ഐക്യയുടെ ആ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു സ്കൂപ്പ് ചെയ്യുന്നൊരിതും പിന്നെ ടോങ്സിന് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരിതും പിന്നെ ഒരു പീലറ്, പിന്നെ 3 ടൈപ്പ് ഇതിൽ പീൽ ചെയ്യാൻ പറ്റുന്ന മാതിരത്തിലുള്ള അതിൻ്റെ ഒരു സെറ്റ്, പിന്നെ നൈഫിൻ്റെ സെറ്റ്. 3 എണ്ണം വരുന്ന ഒരു നൈഫിൻ്റെ സെറ്റാട്ടോ ഞാൻ മേടിച്ചത്. ഇത് നല്ല അടിപൊളി നൈഫാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യും. അവിടെയുള്ളവരാണെങ്കിലും ആരെങ്കിലും ദുബായിലുള്ളവരാണെങ്കിൽ അത് കൊണ്ടുവന്ന് തരാൻ പറയണം. അടിപൊളിയായിട്ട് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ബോട്ടിൽസ്, ഐക്യയിൽ നിന്നുള്ള ബോട്ടിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ടൈപ്പ്. ഇതെന്തിനാണ് മേടിച്ചതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഈ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ബേക്കിംഗ് ട്രേകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇതാണ് കേട്ടോ, ഡേ ടു ഡേ എന്നാണ് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20 ദിറംസിന് മേലെ എനിക്ക് അതിൻ്റെ വലിയ ബൗളിന് ആയത്. അതിൻ്റെ താഴെയായിരുന്നു ബാക്കിയുള്ള ബൗളുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. തോന്നുന്നു വലിയ വലിയ ബേക്കിംഗ് ബൗളുകൾക്കൊക്കെ ബേക്കിംഗ് ട്രേകൾക്കൊക്കെ 20 ദിറംസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ പോയ കാരണം കൊണ്ടുണ്ടല്ലോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. 2 ഡേ ടു ഡേയിൽ ഞാൻ പോയി.
അത് കാരണം കൊണ്ട് എനിക്ക് രണ്ടിടത്തുനിന്നുമുള്ള ഡിഫറെൻറ്റ് സെലക്ഷൻസ് കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കളക്ഷനിൽ അത് മേടിക്കാനായിട്ട് പറ്റിയത് കേട്ടോ. ആ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇവിടെ ഇതുള്ളത്. സാധാരണ പോകുമ്പം ചിലപ്പം ഇങ്ങനെ കിട്ടാറില്ല എന്നാണ് എൻ്റെ അടുത്ത് അന്ന് രമ്യ പറഞ്ഞത്. എന്തോ എനിക്ക് ഭാഗ്യമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ സാധനങ്ങൾ എനിക്ക് മേടിക്കാനായിട്ട് പറ്റി കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തേ. ഇത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്ന സമയത്ത് ഞാനിതെല്ലാം യൂസ് ചെയ്തു. സെർവിങ് ബൗളുകളായിട്ടാണ് യൂസ് ചെയ്തത്. ബേക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ബേക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പിന്നെ അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പാത്രങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം എടുത്ത് വാഷ് ചെയ്ത് നീറ്റാക്കിയിട്ട് അത് കബേറിൻ്റെ അകത്ത് അടുക്കി കയറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതെല്ലാം എടുത്ത് വാഷ് ചെയ്ത് ഞാൻ വെച്ചു. പിന്നെ അതെല്ലാം തുടച്ച് വെള്ളമെല്ലാം കളഞ്ഞിട്ടാണ് കബേർഡിലേക്ക്. ഇത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇനി ഞാൻ ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ്ഡ് ഉണ്ടെങ്കിൽ അവരത് തുടച്ചിട്ട് അത് കയറ്റി വെക്കും കേട്ടോ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് കമൻസുകൾ അയച്ചു. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി കുറേ ആൾക്കാർക്ക് ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ അത്യാവശ്യം നല്ലോണം ആൾക്കാർ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ ലുലുവിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് സംസാരിക്കാറുണ്ട്. ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറയാറുണ്ട്. എനിക്ക് അവിടെ വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ അധികം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാറില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ എനിക്ക് കിച്ചൻ്റെ കബേർഡ്സ് ക്ലീൻ ചെയ്ത് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന ഈ വീഡിയോയിൽ ഒരു കാര്യം മെൻഷൻ ചെയ്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം പുതിയ പാത്രങ്ങളൊക്കെ മേടിക്കുന്നത് നിങ്ങളെ കാണിച്ചല്ലോ. എന്ത് പുതിയ പാത്രങ്ങൾ മേടിച്ചാലും നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളെടുത്ത് യൂസ് ചെയ്യണം. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പാത്രങ്ങളെടുത്ത് യൂസ് ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത പരിപാടി ഡിന്നർ മേക്കിംഗ്. ചിക്കൻ ഫ്രൈ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാറുണ്ട്, ദോശയുണ്ട്. അതെല്ലാം ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് പിന്നെ അധികം പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ആരും അധികം വിശപ്പുണ്ടെന്ന് പറഞ്ഞും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കാപ്സ് ഒന്നും കൂടുതൽ ചെയ്തില്ല. ബോയിൽഡ് വെജിറ്റബിൾസിൻ്റെ കട്ട് ഓൾറെഡി ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പം അതൊരു ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് ബോയിൽ ചെയ്യാൻ വെച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഡിന്നർ പ്രിപ്പറേഷൻസ് റെഡി. അപ്പോൾ എൻ്റെ ഡിന്നറിനുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കൂടി കാണിച്ചു തരാവേ. നമ്മളന്ന് ദുബായിൽ പോയപ്പോൾ മേടിച്ചൊരു ത്രെഡ് ഉണ്ടല്ലോ, ഒരു ലൂപ്പ് ത്രെഡ്, അത് വെച്ചിട്ട് ഒരു പില്ലോ കവർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാമെന്നുള്ളത്. ഇതാണ് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ ഇത് ചെയ്തു. ഇത് കണ്ടോ, കുഷ്യൻ കവർ ചെയ്തുകൊണ്ടിരിക്കുക. 16x16 വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞാൻ കാണിച്ചു തരാവേ. ഇത് നമ്മൾ ഈ ഓരോ ത്രെഡിലും ഇങ്ങനെ ലൂപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ലൂപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ അടിക്കോടെ ഇതിങ്ങനെ. ഇത് ചെയ്യാനായിട്ട് നമുക്ക് നീഡിൽ വേണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെയാണ് വീവ് ചെയ്യുന്നത്. ഇപ്പം എല്ലാം ഞാൻ അടിയിൽ നിന്ന് മുകളിലോട്ട് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വീവ് ചെയ്ത് വരും. ഞാൻ ഈ പില്ലോയ്ക്ക് ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത് രണ്ടെണ്ണം ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. എനിക്ക് ട്യൂട്ടോറിയലായിട്ട് ഇടാനായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് നമ്മളിങ്ങനെ വേണം 16x16. ഇപ്പോൾ തീർന്നിട്ടില്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓ, ഇത് ഇത്ര സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റായി ഈ ത്രെഡ് കേട്ടോ. ഇനി ഇതിനെ ഇങ്ങനെ ഒരു
കവറിങ്ങും കൂടി വരും. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇത് കണ്ടോ, ഇതിന് കറക്റ്റ് ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനൊരു ബോർഡർ വന്നിട്ടുണ്ട്. ഇത് അങ്ങനെ ആക്കിയിട്ട് ചെയ്തെടുത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇത് ഭയങ്കര സുഖമാണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിലാണ് വരിക. ഉണ്ടോ, അപ്പോൾ ഇത് ഞാൻ ചെയ്ത് തീർക്കട്ടെ. ഇനി എൻ്റെ അടുത്ത പണി എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുറച്ചും കൂടി ഉണ്ട്. ഒരു 2 റോള് ത്രെഡാട്ടോ ഇതിന് വേണ്ടി വന്നത്. പക്ഷേ 2 റോൾ ഉണ്ടെങ്കിൽ ഒരു കുഷ്യൻ കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ 4 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ 2 കുഷ്യൻ കവർ ചെയ്തിടാനായിട്ട് പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.